ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ജനങ്ങളുടെ അഭിപ്രായം അറിയാനുള്ള അല്ലെങ്കിൽ വിധിയെഴുത്ത് നടത്താനുള്ളൊരു അവസരമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആ സർക്കാരിൻ്റെ ജനവഞ്ചനയ്ക്കെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. കാരണം എല്ലാ കാര്യങ്ങളിലും ജനങ്ങളെ വഞ്ചിക്കുന്ന, കബളിപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അതിദാരിദ്ര്യമുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കൽ. ഒരു വശത്ത് അതിദാരിദ്ര്യമുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുകയും മറുവശത്ത് 6 ലക്ഷം മഞ്ഞക്കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് അരി കൊടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും, ഇതിൽ തന്നെ വലിയ വൈരുദ്ധ്യമുണ്ട്. ഇതേപോലെ വികസനം 45 കൊല്ലമായിട്ട് തുടരുന്ന വികസനം തുടരാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്. 45 വർഷത്തെ വികസനം നടത്തിയിട്ടിപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ സിറ്റിയിൽ ആഴ്ചയിൽ 2 ദിവസമാണ് വെള്ളം കിട്ടുന്നത്. അപ്പോൾ 2 ദിവസത്തെ വെള്ളം കിട്ടൽ തുടരാൻ വേണ്ടിയിട്ടാണോ വോട്ട് ചോദിക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അതോടൊപ്പം കേന്ദ്ര സർക്കാർ 800 കോടി രൂപ നൽകി സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്രയും പണം നൽകിയതിന് ശേഷം ആ പണം ഉപയോഗിച്ച് മെയിൻ റോഡുകൾ കുറച്ചൊക്കെ ചെയ്തു, പക്ഷേ മാലിന്യ സംസ്കരണത്തിലൊന്നും ചെയ്തില്ല. കിച്ചൺ ബിന്നിൻ്റെ പേരിൽ വലിയ വെട്ടിപ്പ് നടന്നു. അതേപോലെ റോഡുകൾ, ഇടറോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുന്നു. തെരുവ് വിളക്കുകൾ കത്താത്ത സാഹചര്യം. ഇതിനോടൊക്കെയുള്ള ജനങ്ങളുടെ അമർഷം, ആ അമർഷം ജനങ്ങളിതിൽ പ്രകടിപ്പിക്കും.